ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടീച്ച് യു എ ലെസൺ എന്ന സൗത്ത് കൊറിയൻ ഡ്രാമയുടെ 5ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ ഇതുവരെയുള്ള എപ്പിസോഡുകളിലായിട്ട് നമ്മുടെ ഇൻസ്പെക്ടർ ആയിട്ടുള്ള ഹ്വാജിനും അവൻ്റെ ടീമായിട്ടുള്ള ERPBയും ചേർന്നിട്ട് ബുള്ളിങ് അനുഭവിക്കുന്ന ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിനെയും രക്ഷപ്പെടുത്തി കൊറിയയിലത്തെ സ്കൂൾസിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ഒരു കിൻഡർ ഗാർഡൻ സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ജി സിയോൺ എന്ന് പറയുന്ന ഒരു ടീച്ചറിനെയാണ് കാണിക്കുന്നത്. ഇപ്പൊ തന്നെ അവൾ ആ ഒരു ക്ലാസ് റൂമിൽ വെച്ചിട്ട് അവളുടെ അമ്മയ്ക്ക് ഫോണിലൂടെ മെസ്സേജ് അയച്ചിട്ട് അമ്മ എന്നോട് ക്ഷമിക്കണമെന്നും ഇനി തനിക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ലെന്നും തനിക്ക് ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പറഞ്ഞ് അവൾ വളരെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു മെസ്സേജ് അമ്മയ്ക്ക് അയച്ചതിനു ശേഷം അവൾ അവിടെ വെച്ച് തന്നെ സൂയിസൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവളുടെ ഭാഗ്യത്തിന് അവളെ എടുത്തു ചാടും മുമ്പ് തന്നെ നമ്മുടെ ERPBയിൽ വർക്ക് ചെയ്യുന്ന എന്ന ഇൻസ്പെക്ടർ അവിടേക്ക് എത്തിയിട്ട് തങ്ങളിങ്ങനെ ERPBന്ന് എല്ലാ ടീച്ചേഴ്സിനുള്ള ഒരു കൗൺസിലിംഗ് വർക്ക്ഷോപ്പൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നതെന്നും അതിൽ നിർബന്ധമായിട്ടും എല്ലാ ടീച്ചേഴ്സും നമ്മുടെ GCയോണും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നും അവൾ പറയുന്നുണ്ട്. അങ്ങനെ അവളോട് കുറച്ചുനേരം സംസാരിച്ചതിനു ശേഷം ഇന്നിപ്പോൾ അവളുടെ അടുത്തേക്ക് വന്നിട്ട് ERPB ഇടപെട്ട് നിനക്ക് കുറച്ച് നാളത്തെ ഡ്യൂട്ടി ലീവ് അറേഞ്ച് ചെയ്ത് തന്നിരിക്കുകയാണെന്നും ഈ ഒരു സമയത്ത് നീ കഷ്ടപ്പെട്ട് ജോലിക്ക് വരാണ്ട് നിന്റെ മെന്റൽ ഹെൽത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ നീ ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് ഇന്നിപ്പോൾ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. ആക്ച്വലി ഇപ്പോഴാണ് ERPB എങ്ങനെയാണ് ഈ ഒരു സ്കൂളിനെ കണ്ടുപിടിച്ചെന്നുള്ളൊരു കാര്യം നമ്മളെ കാണിക്കുന്നത്. കാരണം ഈ ജി സിയോൺ എന്ന് പറയുന്ന ടീച്ചർ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്നു. ഇതേ നേരം തന്റെ മകള് ഇത്രയും ഡിപ്രസ്ഡ് ആണെന്നും ഇങ്ങനെ പോയാൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കുന്ന ഈ ജി സിയോന്റെ അമ്മ ERPBയുടെ അടുത്തേക്ക് നേരിട്ട് വരികയും തന്റെ മകളുടെ ഈ ഒരു പ്രശ്നത്തിന് എങ്ങനെയെങ്കിലും അവളെ ഹെൽപ്പ് ചെയ്യണമെന്നും അല്ലെങ്കിൽ അവളെ സൂയിസൈഡ് ചെയ്യുമെന്നും ആ ഒരു അമ്മ കരഞ്ഞു പറയുന്ന കാരണം കൊണ്ടാണ് ERPB അവരുടെ അടുത്ത മിഷനായിട്ട് ഈ ഒരു സ്കൂള് തന്നെ ചൂസ് ചെയ്യാനായിട്ട് കാരണം. അങ്ങനെ അതിനുശേഷം ഇമ്മിപ്പോൾ നേരെ ജി സിയോണിനെ ചെന്ന് കണ്ടിട്ട് തങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് നിന്റെ അമ്മ കാരണം കൊണ്ടാണെന്നും നിന്റെ അമ്മ നിന്റെ കാര്യം ആലോചിച്ച് വളരെ ടെൻസ്ഡ് ആയതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു ട്രീറ്റ്മെന്റ് നീ എന്തായാലും എടുക്കണമെന്നും ഇവിടുത്തെ കാര്യങ്ങൾ ആലോചിച്ച് നീ പേടിക്കേണ്ടതും നിനക്ക് പകരം നിന്നെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയൊരു ടീച്ചർ ഇന്നിവിടെ ജോയിൻ ചെയ്യുമെന്നും പറയുമ്പോഴാണ് ആ പുതിയ ടീച്ചർ മറ്റാരുമല്ല നമ്മുടെ ഹോസിന് തന്നെയാണെന്നുള്ള കാര്യം നമ്മൾ കാണുന്നത്. പക്ഷെ അവൻ ഇത്രയും നാളും ടീനേജേഴ്സിനെ എങ്ങനെയാണോ അടിച്ചൊതുക്കി ഇരുത്തിയെങ്കിൽ അതിനേക്കാളും പാടായിരുന്നു ഈ ഒരു ചെറിയ പിള്ളേരെ മേയ്ക്കാനായിട്ട്. കാരണം അവൻ പറഞ്ഞൊരൊറ്റ കാര്യം പോലും കേൾക്കാണ്ട് ഫുള്ള് ബഹളം വെച്ച് എപ്പോഴും ബാത്റൂമിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞ് ബൈ ചാൻസ് ഹ്വാജിന് അവരുടെ അടുത്ത് ദേഷ്യപ്പെടുകയാണെങ്കിൽ അതിന് കരഞ്ഞ് നെല്ലോളിച്ച് ആകെ സീനാക്കുന്ന നല്ല വികൃതി പിള്ളേരെ കണ്ടിട്ട് തല കറങ്ങിയിരിക്കുകയാണ് പാവം നമ്മുടെ ഹ്വാജിൻ നിന്ന്. അങ്ങനെ അന്ന് രാത്രി ക്ഷീണിച്ച് അവശനായിട്ട് വീട്ടിലേക്ക് എത്തുന്ന അവന് അവന്റെ ഭാര്യയെ പറ്റിയിട്ടും അവള് ഒരു ടീച്ചറായിട്ടിരിക്കുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് സഹിച്ചിട്ടുണ്ടാവാന്നും ഇങ്ങനെ ആലോചിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ നിന്ന് കട്ട് ചെയ്ത് പിന്നീട് നമ്മളെ കാണിക്കുന്നത് ഫ്ലാഷ് ബാക്കിൽ ജി സിയോൺ ആദ്യത്തെ ദിവസം ആ ഒരു സ്കൂളിലേക്ക് വരുന്നതാണ്. അങ്ങനെ വളരെയധികം സെൽഫ് കോൺഫിഡന്റ് ആയിട്ട് തന്റെ ആദ്യത്തെ ദിവസം ജി സിയോൺ ക്ലാസ്സിലേക്ക് എത്തുന്നതും അവിടെ എത്തിയിരിക്കുന്ന പാരന്റ്സിന്റെയും കുട്ടികളുടെയും മുമ്പിൽ വെച്ച് അവൾ ഓരോ കുട്ടികളുടെ അടുത്തും അവരുടെ പേര് ചോദിച്ച് പെട്ടെന്ന് തന്നെ എല്ലാ പിള്ളേരുമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു ക്ലാസ്സിലുള്ള എല്ലാ പിള്ളേരും അവളായിട്ട് കോപ്പറേറ്റ് ചെയ്തെങ്കിലും ഒരു കുട്ടിയോട് മാത്രം അവൾ പേര് ചോദിക്കുമ്പോൾ വളരെയധികം സമയമെടുത്ത് വളരെയധികം നാണിച്ച് എന്തോ പേടിച്ചിട്ടൊക്കെയാണ് ആ കുട്ടി യൂജിൻ എന്ന തന്റെ പേര് തന്നെ അവളുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ ആ ഒരു ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ യൂജിനിന്റെ അമ്മ ഇപ്പൊ അവളുടെ അടുത്തേക്ക് വന്നിട്ട് തന്റെ മകൻ യൂജിൻ ഇതിരി ഷൈ ആണെന്നും പറഞ്ഞിട്ട് നമ്മുടെ ജി സിയോണിന്റെ നമ്പർ അവള് വാങ്ങിച്ച് എടുക്കുന്നുണ്ട്. പക്ഷെ അവള് ഒട്ടും തന്നെ പ്രതീക്ഷിക്കാണ്ട് അന്ന് രാത്രി ഈ യൂജിന്റെ അമ്മ അവൾക്ക് മെസ്സേജ് അയച്ചിട്ട് തന്റെ മകനോട് ഇന്ന് നീ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് പറയണമെന്നും ഒരിക്കലും റൂഡ് ആവരുതെന്നും പറയുമ്പോൾ തന്റെ ഭാഗത്തു നിന്ന് ശരിക്കും അങ്ങനെ ഒരു തെറ്റ് പറ്റിയെന്ന് വിചാരിച്ചിട്ട് ജി സിയോൺ അതിന് മാപ്പ് ചോദിച്ചിട്ട് നാളെ മുതൽ തന്നത് ശ്രദ്ധിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ജി സിയോൺ എല്ലാ പിള്ളേരെയും കൊണ്ട് ബോർഡിൽ എഴുതിപ്പിക്കുന്ന സമയത്ത് അവൾ യൂജിനിന്റെ അടുത്തും അങ്ങനെ എഴുതാനായിട്ട് പറയുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഇപ്പൊ യൂജിൻ ഇമോഷണൽ ആയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അന്ന് രാത്രി വീണ്ടും യൂജിന്റെ അമ്മ അവൾക്ക് പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് അയച്ചിട്ട് അങ്ങനെ എല്ലാ പിള്ളേരുടെയും മുമ്പിൽ വെച്ച് തന്റെ മകനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കരുതെന്നും അത് അവന്റെ കോൺഫിഡൻസ് കളയുമെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ജി സിയോണിനെ കുറ്റപ്പെടുത്താണ്. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഈ ഒരു കാര്യം ശീലമായെന്ന് മാത്രമല്ല ഈ യൂജിനിന്റെ പാരന്റ് ജി സിയോണിനെ സ്ഥിരമായിട്ട് മെസ്സേജ് അയച്ചിട്ട് നമ്മുടെ ജി സിയോണിനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് തന്റെ മകനെ ഇങ്ങനെ നോക്കണം അങ്ങനെ അവനോട് പറയാൻ പാടില്ല, ഇന്ന് ജി സിയോൺ ചെയ്തത് ശരിയായില്ല, യൂജിന് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കെയറും അറ്റൻഷനും കൊടുക്കണമെന്നും ഈവൻ അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പോലും അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ യൂജിനിന്റെ അമ്മ സ്ഥിരമായിട്ട് നമ്മുടെ ജി സിയോണ് മെസ്സേജ് അയച്ചിട്ട് ലാസ്റ്റ് അവളെ വെറുപ്പിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ആദ്യമൊന്നും അത് അവൾ അത്രയും കാര്യമാക്കി എടുത്തില്ലെങ്കിലും പിന്നീട് എപ്പോഴെപ്പോഴും ഈ ഒരു മെസ്സേജസും കോൾസും കിട്ടുന്ന ജി സിയോണിന് അവളുടെ ഉള്ളില് പതിയെ ഒരു ട്രോമ അങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ പോയി
യൂജിൻ ക്ലാസ്സിൽ ഒരു അടി ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള കുട്ടികളെ ഉപദ്രവിക്കുമ്പോൾ പോലും അവൾക്ക് യൂജിനെ തിരുത്തി അവനോട് നല്ല കാര്യങ്ങൾ പറയാൻ പറ്റാത്ത രീതിയിൽ പോലും യൂജിന്റെ പാരന്റ് അവളുടെ അടുത്ത് ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ട് അവളുടെ മനസ്സിൽ ഒരു ഭയം ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കൂടി കാരണം നമ്മുടെ ജിസിയോണിനിപ്പോൾ മര്യാദയ്ക്ക് അവളുടെ പേഴ്സണൽ ആയിട്ടുള്ള ടൈം എൻജോയ് ചെയ്യാനോ അവളുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോയിട്ട് നോർമലായിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ അവളുടെ ഉള്ളിൽ ആ ഒരു ട്രോമ കുന്നുകൂടുന്നുണ്ടായിരുന്നു. ആ ഒരു ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്ന ആ ഒരു ഒച്ച തന്നെ അവളെ വളരെയധികം ഡിസ്റ്റർബ്ഡ് ആക്കി മെന്റലി അൺസ്റ്റേബിൾ ആക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തിനു പറയുന്നു, ചോയ് അവളുടെ ഫ്രണ്ട്സ് ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈമിന്റെ ഫോട്ടോസ് അവൾ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടപ്പോൾ ഇപ്പോൾ ആ ഒരു പോസ്റ്റിന് താഴെ പോലും ഈ യൂജിന്റെ അമ്മ വന്നിട്ട് നീ എന്റെ ടീച്ചറാണെന്നും നീ പഠിപ്പിക്കുന്ന സ്കൂളിലെ പിള്ളേരുടെ കാര്യം നോക്കാണ്ട് നീ ഇങ്ങനത്തെ സമയങ്ങൾ വെറുതെ വേസ്റ്റ് ചെയ്ത് നീ ഫ്രണ്ട്സ് ആയിട്ട് കള്ളും കുടിച്ച് നടന്നോളാനൊക്കെ പറഞ്ഞിട്ട് വളരെ ഹേർട്ടിംഗ് ആയിട്ടുള്ള രീതിയിൽ താഴെ കമന്റ് ചെയ്യുമ്പോൾ തന്റെ പേഴ്സണൽ ആയിട്ടുള്ള സ്പേസിൽ ഒരാൾ ഇത്രയും ഇൻവേഡ് ചെയ്യുന്നത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാണ്ട് സഹിക്കാൻ പറ്റാണ്ട് നല്ല ദേഷ്യവും വിഷമവും ഒക്കെ ഒരുമിച്ച് തോന്നുന്ന പാപം നമ്മുടെ ജിസിയോടാകട്ടെ രണ്ടും കൽപ്പിച്ച് ഈ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ സ്കൂളിന്റെ പ്രിൻസിപ്പലിന്റെ അടുത്ത് പോയിട്ട് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ പ്രിൻസിപ്പലിന് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ലെന്നും നിനക്ക് സമാധാനം വേണമെങ്കിൽ നീ ഇൻസ്റ്റഗ്രാം ഡിലീറ്റ് ചെയ്തോളാനോ ആണ് പ്രിൻസിപ്പൾ ഇപ്പൊ അവളുടെ അടുത്ത് പറയുന്നത്. മാത്രമല്ല ഇതിനു മുമ്പ് യൂജിന്റെ ക്ലാസ്സിലെ ആ ഒരു ക്ലാസ് ടീച്ചർക്കും ഇതുപോലെ തന്നെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് അവരെ റിസൈൻ ചെയ്തെന്നും ഈ ഒരു പ്രിൻസിപ്പൾ പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യം കൂടി കേൾക്കുമ്പോൾ പ്രിൻസിപ്പളിന് തന്നെ സഹായിക്കാൻ പറ്റില്ലെന്ന് ഉറപ്പിക്കുന്ന അവള് നേരത്തെ തന്നെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ട് അവളുടെ ടീച്ചർ എന്ന ആ ഒരു പ്രൊഫഷനോട് കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി കാണിക്കാനായിട്ട് അവൾ തീരുമാനിക്കുകയാണ്. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് പിറ്റേ ദിവസം അവള് നേരത്തെ എത്തിയിട്ട് ക്ലാസ് റൂം ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് നല്ല ലൈറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന് പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ മനോഹരമാക്കി തീർക്കുന്നുണ്ട്. മാത്രമല്ല യൂജിന്റെ പാരന്റിനെ അവൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തിട്ട് യൂജിനോട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കെയറും അറ്റൻഷനും അവളിപ്പോൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പയ്യെ പയ്യെ കുറച്ച് സമയം എടുത്ത് തന്നെ യൂജിൻ അവളുമായിട്ട് ക്ലോസ് ആയെന്ന് മാത്രമല്ല അവന്റെ ക്ലാസ്മേറ്റ്സുമായിട്ടും അവനിപ്പോൾ കംഫർട്ടബിൾ ആയിരിക്കുകയാണ്. പക്ഷെ അതിന്റെ ഇടയിൽ തന്നെ അവനിപ്പോൾ വേറൊരു കുട്ടിയുമായിട്ട് വീണ്ടും നല്ല പോലെ തന്നെ ഒരു ഫൈറ്റിലാവുമ്പോൾ പെട്ടെന്ന് അവന്റെ അമ്മ പറഞ്ഞ കാര്യങ്ങളും തന്റെ മകന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും അവനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്ന ജിസിയോണ് ആ ഒരു ഫൈറ്റിൽ നിർത്തിയിട്ട് ആ ഒരു രണ്ട് പിള്ളേരെ പിടിച്ച് മാറ്റാനോ ആശ്വസിപ്പിക്കാനോ ഒന്നും തന്നെ അവൾക്ക് ആ ഒരു മൊമെന്റിൽ സാധിച്ചിരുന്നില്ല. മാത്രമല്ല പിന്നീട് അത് ചെറിയൊരു ഇഷ്യൂ ആവുകയും ഈ രണ്ടു കുട്ടികളുടെയും പാരന്റ്സ് വന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ഈ യൂജിന്റെ അമ്മ തന്റെ മകനെ ന്യായീകരിച്ച് യൂജിന് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും നിങ്ങളുടെ മാപ്പ് പറയേണ്ട ആവശ്യം ഞങ്ങൾക്കില്ലെന്നും പറഞ്ഞ് വേറൊരു ഇഷ്യൂവും കൂടി ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല ഇതിനൊക്കെ ശേഷം ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണം ജിസിയോണാണെന്നും നീ എന്റെ മകൻ ഇപ്പോഴും ശരിക്കല്ല നോക്കുന്നതെന്നും പറഞ്ഞിട്ട് യൂജിന്റെ അമ്മ വീണ്ടും വീണ്ടും നമ്മുടെ ജിസിയോൺ ഹേർട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രാവുന്നില്ല പകലെന്നില്ലാണ്ട് അവളെ ഫുൾ ടൈം വിളിച്ച് അവളെ ഡിസ്റ്റർബ് ചെയ്ത് ഇറിറ്റേറ്റ് ചെയ്ത് പാവം നമ്മുടെ ജിസിയോണ് മര്യാദയ്ക്കൊന്ന് ഉറങ്ങാനോ ഫുഡ് കഴിക്കാനോ പോലും സാധിക്കാത്ത രീതിയിൽ ഈ യൂജിന്റെ അമ്മ ഫോണിലൂടെ അവളെ ബുള്ളി ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തിനു പറയുന്നു ഇപ്പൊ ആ ഒരു യൂജിന്റെ അമ്മ നമ്മുടെ ജിസിയോന്റെ വീടിന്റെ അഡ്രസ്സ് കണ്ടുപിടിച്ച് അവിടേക്ക് എത്തിയിട്ടും അവളെ ബുള്ളി ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ടായിരുന്നു. ഒട്ടും പോരാണ്ട് ഈ യൂജിനിന്റെ അച്ഛനും ഇതേ കണക്കിന് അവളുടെ ക്ലാസ് റൂമിലേക്ക് കയറിയിട്ട് പലവായിട്ട് യൂജിനെ ക്ലാസിന്റെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് ബാക്കിയുള്ള പിള്ളേരെ പേടിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും നേരം ചെയ്ത ക്രൂരതയ്ക്ക് പോരാണ്ട് ഇപ്പൊ ആ ഒരു യൂജിന്റെ അമ്മ ഓൺലൈനിലും പോലീസ് സ്റ്റേഷനിലേക്കും ചെന്നിട്ട് ജിസിയോൺ എന്ന ആ ഒരു ടീച്ചർ യൂജിൻ എന്ന തന്റെ മകനെ വെറുതെ അനാവശ്യമായിട്ട് എബ്യൂസ് ചെയ്തു എന്നുള്ളൊരു പരാതിയും കൂടി അവൾ പറയുന്ന കാരണം കൊണ്ട് ഓൺലൈൻ മീഡിയാസിലും പോലീസ് സ്റ്റേഷനിലും പോലും നമ്മുടെ ജിസിയോണ് കയറേണ്ട ഒരു ഗതികേട് വരാണ്. അങ്ങനെ ഏറ്റവും അവസാനം ഇതെല്ലാം സഹിച്ച് മടുത്ത് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാന്നതിന് വേണ്ടിയിട്ടാണ് അവൾ ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ അറിയുന്ന ERPB അതേ കണക്കിന് തന്നെ അതേ ഡോസിൽ തന്നെ ഈ യൂജിന്റെ അമ്മയ്ക്കിട്ട് ഒരു പണി കൊടുക്കുന്നതിനും പാവം നമ്മുടെ ജിസിയോന്റെ പേര് ക്ലിയർ ചെയ്യുന്നതിനുമായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ വാജിനിപ്പോൾ പിള്ളേർക്ക് എല്ലാവർക്കും ഹോംവർക്ക് കൊടുക്കുന്ന കാരണം കൊണ്ട് തന്റെ മകന് ഇത്രയും ഹോംവർക്ക് കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് അവൻ പ്രതീക്ഷിച്ച പോലെ തന്നെ യൂജിന്റെ അമ്മ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവളുടെ സ്ഥിരം കണക്കിന് തന്നെ അവൾ വാജിന്റെ നമ്പർ ചോദിച്ച് മറ്റേ ടീച്ചറോട് ചെയ്ത് അതുപോലെ തന്നെ അവളോട് ചെയ്യാമെന്ന് വിചാരിച്ചെങ്കിലും ഇപ്രാവശ്യം ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ഇപ്രാവശ്യം യൂജിന്റെ അമ്മയല്ല നമ്മുടെ വാജിനെ വിളിച്ചുകൊണ്ടിരുന്നത്. പകരം ടീച്ചറായിട്ട് വേഷം കെട്ടിയ നമ്മുടെ വാജിനാണ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് നേരെ യൂജിന്റെ അമ്മേനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അവനിപ്പോ ഓരോ മിനിറ്റ് ഇടവിട്ടിട്ടും നേരെ യൂജിന്റെ അമ്മേനെ വിളിച്ച് തന്റെ മകനോട് ഇങ്ങനെ ചെയ്യാൻ പാടോ, ഇങ്ങനെ ചോദിക്കാൻ പാടോ, ഇത് ഓക്കെ ആവോ, അവനോട് ഇരിക്കാൻ പറയട്ടെ, അവന്
ഉറക്കത്തിൽ നിന്ന് വിളിച്ചെനിപ്പിക്കണോ, അവനെ നിൽക്കാൻ പറയണോ എന്നിങ്ങനെ ഒരു സില്ലി ക്വസ്റ്റ്യൻസ് ആയിട്ട് നിരന്തരം എപ്പോഴും രാത്രിയെന്നില്ലാതെ പകലൊന്നില്ലാണ്ട് ഫുൾ ടൈം ഇപ്പോൾ ഹ്വാജിൻ യൂജിന്റെ അമ്മേനെ ഇങ്ങനെ എപ്പോഴെപ്പോഴും വിളിച്ച് ലാസ്റ്റ് നമ്മുടെ ജീസിയോൺ അനുഭവിച്ച ആ ഒരു സ്ട്രെസ്സും ഫ്രസ്ട്രേഷനും ഇപ്പൊ യൂജിന്റെ അമ്മയ്ക്കും ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേഷ്യം വരുന്ന യൂജിന്റെ അമ്മ ഇപ്പൊ നേരെ ചെന്ന് ഹ്വാജിനെ കണ്ടിട്ട്, നീ ഇനി എന്നെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറയുന്നു, അയാളറിഞ്ഞ നിന്റെ കഥ തീരുമെന്നും അവന് ഭീഷണിപ്പെടുത്തുമ്പോൾ ഇനി നിർത്താനായിട്ട് കൂട്ടാക്കാത്ത ഹ്വാജിൻ ഇപ്പൊ നേരെ ചെന്ന് ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ചെന്നിട്ട് അവന് കാലിൽ വീണിട്ട് തന്നോട് ക്ഷമിക്കണമെന്നും തന്നോട് മാപ്പ് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ സീൻ തന്നെ ആ ഒരു ഓഫീസിൽ ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല ഇത് നോക്കി കാണുന്നവർക്ക് പാവം നമ്മുടെ ഹ്വാജിനിന്റെ അടുത്ത് യൂജിന്റെ അച്ഛൻ തന്നെ എന്തോ തെറ്റ് ചെയ്ത മാതിരിയാണ് അവനിപ്പോ കിടന്ന് അഭിനയിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഇപ്പൊ യൂജിന്റെ അച്ഛന് ആ ഒരു ഓഫീസിൽ നല്ല പോലെ തന്നെ നാണം കെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിന്റെയൊക്കെ ദേഷ്യത്തില് യൂജിന്റെ അമ്മ ക്ലാസ്സിലേക്ക് എത്തിയിട്ട് ബലപൂർവ്വം യൂജിനെ ആ ഒരു ക്ലാസ്സിൽ നിന്ന് നിർബന്ധിച്ച് അവനെ വലിച്ചഴിച്ച് അവിടെ നിന്ന് ഇറക്കി കൊണ്ടുപോവാണ്. അങ്ങനെ ഇത് കാണുന്ന ഹ്വാജിന് അവൾക്കെതിരെ സ്വന്തം കുട്ടിയെ അബ്യൂസ് ചെയ്തു എന്നതിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യുമ്പോൾ ബാക്കിയുള്ള ക്ലാസ്സിലുള്ള കുട്ടികളുടെ അമ്മമാരും ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞ് വളരെയധികം ഷോക്ക്ഡ് ആയിട്ട് അവളെ പറ്റി അവളുടെ മറവിൽ തന്നെ ഇങ്ങനെ കുറ്റങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് കേട്ട് ഭ്രാന്ത് വരുന്ന യൂജിന്റെ അമ്മ ഇപ്പോ ഈ പ്രശ്നത്തിന് എല്ലാം കാരണം ജീസിയോൺ ആണെന്ന് പറഞ്ഞിട്ട് അവളെ കാണാനായിട്ട് ആ ഒരു സ്കൂളിലേക്ക് വരുമ്പോൾ അവളെ വെയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ നമ്മുടെ ERPയുടെ ഇൻസ്പെക്ടർ ആയിട്ടുള്ള ഹ്വാജിൻ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ സമയം താൻ ഒരു ടീച്ചറല്ലെന്നും ERPയുടെ ഇൻസ്പെക്ടർ ആണെന്നും അവനെ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്, ശരിക്കും നിന്റെ മകനെ ഇത്തരം ഒരു അവസ്ഥയിലാക്കി അവനെ ഷൈ ആക്കുന്നത്, അവന്റെ കോൺഫിഡൻസിനെ തകർക്കുന്നത് അത് മറ്റാരുമല്ല അവന്റെ സ്വന്തം അമ്മയായിട്ടുള്ള നീ തന്നെയാണെന്നും ഹ്വാജിൻ ഇപ്പോ അവളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ നമ്മുടെ യൂജിനെ നോക്കുകയാണെങ്കിൽ അവനിപ്പോ അവന്റെ അമ്മയുടെ ഫോണിൽ നിന്ന് സീക്രട്ട് ആയിട്ട് ജീസിയോണിനെ വിളിച്ചിട്ട് അവളുമായിട്ട് മീറ്റ് ചെയ്തിട്ട് അവളോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നുണ്ട്. തന്റെ അമ്മ ജീസിയോണിന് ചെയ്ത കാര്യങ്ങളൊക്കെ വളരെയധികം സാഡ് ആണെന്നും തന്റെ അമ്മയ്ക്ക് തന്നോട് ഒട്ടും തന്നെ സ്നേഹമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വളരെ ഇമോഷണൽ ആകുമ്പോൾ ഇത് കേട്ട് വിഷമാകുന്ന ജീസിയോൺ അവനെ സമാധാനിപ്പിക്കുകയും അവന് സ്വന്തം അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടാത്ത ആ ഒരു കെയർ അവന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ കാര്യങ്ങൾ തന്നെ ഇപ്പോ ഹ്വാജിൻ യൂജിന്റെ അമ്മയ്ക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു മൊമെന്റാണ് തന്റെ മകൻ തന്നെ എത്രമാത്രം വെറുത്തിരുന്നു എന്നും താൻ എങ്ങനെയൊക്കെയാണ് തന്റെ മകനെ തന്നിൽ നിന്ന് അകറ്റിയെന്നും വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് ടീച്ചേഴ്സിനെ ഇത്രയും ദ്രോഹം ചെയ്തതൊക്കെ ഇപ്പൊ ഓർക്കുന്ന അവളുടെ മനസ്സിൽ ഇപ്പൊ വളരെയധികം റിഗ്രറ്റും കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് കട്ട് ചെയ്ത് പിന്നീട് നമ്മളെ കാണിക്കുന്നത് കോടതിയിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം യൂജിന്റെ പാരന്റ്സിന്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയ്ക്ക് അവർക്കെതിരെ ഫൈനും ശിക്ഷയും കോടതി വിധിക്കുന്നതും നിരപരാധിയായിട്ടുള്ള നമ്മുടെ യൂജിന്റെ ടീച്ചറിനെ അവളുടെ മേൽ ആരോപിക്കപ്പെട്ട എല്ലാ കുറ്റങ്ങളും കോടതി ക്ലിയർ ചെയ്യുന്നതുമാണ്. അങ്ങനെ അവൾക്കും അവളുടെ പോലെ തന്നെ നീതിയും ന്യായവും ഒക്കെ നിഷേധിക്കപ്പെട്ട ടീച്ചേഴ്സിന്റെ റൈറ്റ്സിനെ എല്ലാം ERPബിയിലൂടെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് ഇപ്പൊ മിനിസ്റ്റർ മീഡിയയുടെ മുമ്പിൽ വെച്ച് എല്ലാവർക്കുമായിട്ട് പ്രോമിസ് നൽകുന്നുണ്ട്. മാത്രമല്ല ഇങ്ങനെയുള്ള വർക്കുകളിലൂടെ ERPബി തന്റെ ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യമായിട്ട് നിറവേറ്റുമെന്നും അവനിപ്പോ അവർക്ക് പ്രോമിസ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ERPബി വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ അവരുടെ അടുത്ത മിഷൻ കംപ്ലീറ്റ് ചെയ്തെങ്കിലും അന്ന് രാത്രി വീണ്ടും തന്നെ മരണപ്പെട്ടു പോയിട്ടുള്ള ഭാര്യയുടെ മെമ്മറീസിൽ വിഷമിച്ചിരിക്കുന്ന നമ്മുടെ ഹ്വാജിനെയും കാണിച്ച് ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മുടെ മിഷൻസ് ഒക്കെ സക്സസ്ഫുൾ ആയെങ്കിലും ഇപ്പോഴും ഹ്വാജിന്റെ ഭാര്യയ്ക്ക് ശരിക്കും എന്താണ് പറ്റിയതെന്നോ എന്താണ് നടക്കുന്നതെന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ റിവീൽ ആയിട്ടില്ല. സോ ഇനി വരുന്ന എപ്പിസോഡ് കൂടെ നമുക്ക് അതെല്ലാം തന്നെ കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. സോ ഇതിനടുത്ത എപ്പിസോഡായിട്ട് നാളെ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.